രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമെന്ന അപൂർവ പദവി ഹൈദരാബാദിന് നഷ്ടമായി. ഇനി തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായി ഹൈദരാബാദ് അറിയപ്പെടും. 2014 ആന്ധ്രാപ്രദേശ് വിഭജിച്ചത് മുതൽ 10 വർഷം ആന്ധ്രയുടെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനമായിരുന്നു ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമപ്രകാരം ഞായറാഴ്ച മുതൽ ഈ പദവി ഹൈടെക് സിറ്റിക്ക് നഷ്ടമായി. 2014 ജൂൺ 2-നാണ് ആന്ധ്ര വിഭജിച്ച് തെലങ്കാന നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമപ്രകാരം ഇതോടെ ഹൈദരാബാദ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി. എന്നാൽ ഈ പദവി 10 വർഷത്തിൽ അധികരിക്കരുത്. 10 വർഷത്തിനു ശേഷം തെലങ്കാനയുടെ തലസ്ഥാനം മാത്രമായി ഹൈദരാബാദ് മാറുമെന്നും ആന്ധ്ര പുതിയ തലസ്ഥാനം കണ്ടെത്തണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. 2014 ഫെബ്രുവരിയിലാണ് പാർലമെന്റ് AP പുനഃസംഘടനാ ബിൽ പാസാക്കിയത്. ജൂൺ 2-ന് തെലങ്കാനയുടെ സംസ്ഥാന പദവി യാഥാർത്ഥ്യമായി. എന്നാൽ വിഭജനം പൂർത്തിയായി 10 വർഷത്തിനു ശേഷവും ഇരു സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആസ്തി വിഭജനം പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രമായപ്പോൾ ആന്ധ്രയ്ക്ക് തലസ്ഥാനമില്ലാതായി. പുതിയ തലസ്ഥാനം അമരാവതിയിൽ വേണോ വിശാഖപട്ടണത്തിൽ വേണോ എന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്.